യേശുവേ നമോസ്തുതേ ശ്രീ യേശുവേ നമോ നമഃ ശ്രീ യേശുവേ നമോസ്തുതേ.
ചേരും നിമിഷം, ഈ നിമിഷം സ്വർഗീയ നിമിഷം, മാലാഖമാർ ചേരും നിമിഷം. ആരാധ്യനാഥൻ അണയുന്ന നേരം, അനുഗ്രഹദായക നിമിഷം. ആരാധ്യനാഥൻ അണയുന്ന നേരം, അനുഗ്രഹദായക നിമിഷം. ആരാധനാ സ്തുതി യേശുവേ, ആരാധനാ സ്തുതി യേശുവേ, ആരാധനാ സ്തുതി യേശുവേ, ആരാധനാ സ്തുതി യേശുവേ. നിത്യവും നമ്മുടെ കൂടെ വസിക്കാൻ സ്വയം ശൂന്യനായി തീർന്ന സ്നേഹമിതാ. നിത്യവും നമ്മുടെ കൂടെ വസിക്കാൻ സ്വയം ശൂന്യനായി തീർന്ന സ്നേഹമിതാ. ആകാശത്തിൻ കീഴിലനന്യം രക്ഷ പകർന്നേകുമേശുവിതാ. ആകാശത്തിൻ കീഴിലനന്യം രക്ഷ പകർന്നേകുമേശുവിതാ. ഈ നിമിഷം സ്വർഗീയ നിമിഷം, മാലാഖമാർ ചേരും നിമിഷം. ആരാധ്യനാഥൻ അണയുന്ന നേരം, അനുഗ്രഹദായക നിമിഷം. ആദിയുമന്ത്യവുമായവനീശൻ ആത്മാവിനെ നൽകും സമയം. ആദിയുമന്ത്യവുമായവനീശൻ ആത്മാവിനെ നൽകും സമയം. ആഗ്രഹമോടണയുകിൽ നിന്റെ ദാഹം ശമിപ്പിക്കും നിമിഷം. ആഗ്രഹമോടണയുകിൽ നിന്റെ ദാഹം ശമിപ്പിക്കും നിമിഷം. ഈ നിമിഷം സ്വർഗീയ നിമിഷം, മാലാഖമാർ ചേരും നിമിഷം. ആരാധ്യനാഥൻ അണയുന്ന നേരം, അനുഗ്രഹദായക നിമിഷം. ആരാധനാ സ്തുതി യേശുവേ, ആരാധനാ സ്തുതി യേശുവേ, ആരാധനാ
ഭാവിലെനിക്കൊരു നാളും കർത്താവിനെ കൈവിടില്ല, മറക്കില്ലെന്നേ ഒരു നാളും. ആകുലത തെല്ലുമില്ല, അരികിലുണ്ട് ഈശോനാഥൻ. ആകുലത തെല്ലുമില്ല, അരികിലുണ്ട് ഈശോനാഥൻ. യേശു എൻ്റെ കൂടെയുണ്ട്, ഭയമിലെനിക്കൊരു നാളും. കർത്താവിനെ കൈവിടില്ല, മറക്കില്ലെന്നേ ഒരു നാളും. ആകുലത തെല്ലുമില്ല, അരികിലുണ്ട് ഈശോനാഥൻ. ആകുലത തെല്ലുമില്ല, അരികിലുണ്ട് ഈശോനാഥൻ. ഇന്നെന്റെ ജീവിതം ധന്യമാ, ഇനി എന്റെ നാളുകൾ നാഥനായി. ഇന്നെന്റെ ജീവിതം ധന്യമാ, ഇനി എന്റെ നാളുകൾ നാഥനായി. എന്റെ ദുഃഖങ്ങൾ ഭാരങ്ങൾ അകന്നുപോയി, ദിവ്യപാദന്റെ സ്നേഹത്തിൽ അലിഞ്ഞുപോയി. യേശു എന്റെ കൂടെയുണ്ട്, ഭാവിലെനിക്കൊരു നാടും. കർത്താവിനെ കൈവിടില്ല, മറക്കില്ലെന്നേ ഒരു നാളും. ആത്മാവിനാൽ നിറഞ്ഞല്ലോ ഞാൻ, അതിലില്ലാത്താനന്ദമേ. പാപമെല്ലാം കഴുകിയല്ലോ, പാരിടം സ്വർഗമായി. ആത്മാവിനാൽ നിറഞ്ഞല്ലോ ഞാൻ, അതിലില്ലാത്താനന്ദമേ. പാപമെല്ലാം കഴുകിയല്ലോ, പാരിടം സ്വർഗമായി. ഇന്നെന്റെ ജീവിതം ധന്യമാ, ഇനി എന്റെ നാളുകൾ നാഥനായി. ഇന്നെന്റെ ജീവിതം ധന്യമാ, ഇനി എന്റെ നാളുകൾ നാഥനായി. എന്റെ ദുഃഖങ്ങൾ ഭാരങ്ങൾ അകന്നുപോയി, ദിവ്യപാദന്റെ സ്നേഹത്തിൽ അലിഞ്ഞുപോയി. യേശു എന്റെ കൂടെയുണ്ട്, ഭാവിലെനിക്കൊരു നാടും. കർത്താവിനെ കൈവിടില്ല, മറക്കില്ലെന്നേ ഒരു നാളും. ആഴിയിലെ ആഴങ്ങളിൽ അലയുന്ന വേളകളിൽ ആലംബമായി ആശ്രയമായി അവിടുന്ന് എന്നെ രക്ഷിക്കും. ആഴിയിലെ ആഴങ്ങളിൽ അലയുന്ന വേളകളിൽ ആലംബമായി ആശ്രയമായി അവിടുന്ന് എന്നെ രക്ഷിക്കും. ഇന്നെന്റെ ജീവിതം ധന്യമായി, ഇനി എന്റെ നാളുകൾ നാഥനായി. ഇന്നെന്റെ ജീവിതം ധന്യമായി, ഇനി എന്റെ നാളുകൾ നാഥനായി. എന്റെ ദുഃഖങ്ങൾ ഭാരങ്ങൾ അകന്നുപോയി, ദിവ്യപാദന്റെ സ്നേഹത്തിൽ അലിഞ്ഞുപോയി. യേശു എന്റെ കൂടെയുണ്ട്, ഭയമിലെനിക്കൊരു നാടും. കർത്താവിനെ കൈവിടില്ല, മറക്കില്ലെന്നേ ഒരു നാളും. ആകുലത തെല്ലുമില്ല, അരികിലുണ്ട് ഈശോനാഥൻ. ആകുലത തെല്ലുമില്ല, അരികിലുണ്ട് ഈശോനാഥൻ.
വസിച്ചിടണേ. ഈകിടണേ യേശുവേ എന്നിൽ വൻകൃപയേകിടണേ. കഠിനമെന്നുള്ളം നീ അലിവുള്ളതാക്കി തീർക്കാൻ കരുണയുണവിടുന്നു നിറയേണമെന്നുള്ളത്തിൽ വന്നിടണേ യേശുവേ എന്നിൽ വന്നു വസിച്ചിടണേ. ജഡികാഭിലാഷത്തിനിരുളറകൾ നീക്കാൻ മെഴുതിരി നാളമായി തെളിയണം നീ. ജഡികാഭിലാഷത്തിനിരുളറകൾ നീക്കാൻ മെഴുതിരി നാളമായി തെളിയണം നീ. ഉരുകുന്ന മനസ്സോടെ വൻപാപ ചുവടോടെ എന്നെ സമർപ്പിക്കാൻ അവിടുത്തെ തിരുമുമ്പിൽ നീ വരില്ലേ യേശുവേ. വന്നിടണേ യേശുവേ എന്നിൽ വന്നു വസിച്ചിട. എന്നന്തരാത്മാവിൽ ജീവന്റെ ജലധാര പൂമഴയായി നീ പൊഴിയുകില്ലേ. എന്നന്തരാത്മാവിൽ ജീവന്റെ ജലധാര പൂമഴയായി നീ പൊഴിയുകില്ലേ. നീറുന്ന ഹൃദയത്തിലാമോദം നിറച്ചിടാൻ സ്നേഹത്തിൻ നിറദീപം എന്നെന്നും ജ്വലിച്ചിടാൻ നീ വരില്ലേ യേശുവേ. ന്യായത്തിൽ
അതിന്റെ വചനത്തിൽ നീ നീതിപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ സന്തോഷിക്കാം. എന്റെ പാപങ്ങളിൽ നിന്ന് അതിനെ നിർമുഖീകരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, വെളിപ്പെട്ട ഹൃദയങ്ങളെ സൃഷ്ടിക്കണമേ. സ്ഥിരപ്പെടുത്തിയ ആത്മാവിനെ എന്റെ ഉള്ളിൽ കൊണ്ടാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്റെ ഹൃദയത്തിലേക്ക് വരുതേ. അപ്പോൾ ഞാൻ ക്രമക്കാരെ നിന്നെ വെളിപ്പെടുത്തിയും പാപികളെ നിന്നിലേക്ക് തിരികുകയും ചെയ്യും. കർത്താവേ, എന്റെ അജ്ഞാനിക്ക് തുറക്കണമേ. എന്റെ വായിൽ നിന്റെ സ്തുതികളെ പാടും. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം തുടങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. അപ്പോൾ ബലികളിലോ ഹോമബലികളോ നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേ യാഗങ്ങൾ കരയേറും. മതകാദീശന്മാരൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും ഹൃദയായോ കൊമ്പുണ്യം. നമ്മുടെ DM സിസ്റ്റർ പ്രത്യേകതയുണ്ട്. ഇത് ബരഹ തിരുനാളാണ്. നമ്മുടെ കർത്താവിന്റെ മാമോദീസായെ നാം കൊണ്ടാടുന്ന പ്രത്യേകം ശുശ്രൂഷ നടത്തുന്നതായ ഒരു ദിവസമാണിന്ന്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നാം സംയോജിപ്പിച്ച് ഇവിടെ ആഘോഷിക്കുമ്പോൾ ബരഹായുടെ ശുശ്രൂഷ അത് മുഴുവനും നടത്തുവാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കത്തിലെങ്കിലും അത് നടത്തുവാനായിട്ട് നാം വന്നിരിക്കുകയാണ്. ഇതില് ഭക്തിയോടുകൂടെ പങ്കുചേരാൻ, തുടർന്ന് ഇവിടെ സമൂഹ ബലി ബഹുമാനപ്പെട്ട വൈദികരോടൊപ്പം നമ്മുടെ സിസ്റ്റേഴ്സിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയും അർപ്പിക്കാം. പിതാവിൽ നിന്ന് അസ്തിത്വം സ്വീകരിച്ചവനും സ്വന്തം സത്തയുടെ ഔന്നത്യത്തെ താഴ്ത്തിയവനുമായി യേശു മിശിഹ, നിന്റെ വിശുദ്ധിയാൽ വെള്ളത്തെ ശുദ്ധീകരിക്കുവാനായി മുന്നോടിയായ യോഹന്നാനിൽ നിന്നും യോർദാൻ നദിയിൽ നീ മാമോദീസ സ്വീകരിച്ചുവല്ലോ. നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും വെളിപ്പോടും വിശുദ്ധിയോടും കൂടെ ഇപ്പോഴും എല്ലാ സമയത്തും എന്നെയും സ്തുതിക്കുവാൻ നിന്നിൽ നിന്ന് സദാ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധിയാൽ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ പവിത്രീകരിക്കണമേ. സകല ജലാശങ്ങളെയും നദികളെയും നിന്റെ മുഖാന്തരം നിർമ്മലമാക്കിയ പരിശുദ്ധനായ കർത്താവേ, നിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ പുണ്യ ദിവസത്തിൽ നിന്റെ വിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ വായുകൾ നിന്റെ സ്തുതിയുടെ ഉറവയും നിന്റെ കീർത്തനം നിറഞ്ഞ പാത്രങ്ങളുമാക്കി തീർക്കണമേ. അവൻ സമുദ്രത്തിലേക്ക് നേരെ നടന്നു ആഴത്തിൽ മുങ്ങിപ്പോകുന്ന വിചാരിച്ച ഇസ്രായേൽക്കാർക്ക് സമുദ്രത്തിന്റെ അടുത്തിട്ട് ദൃശ്യമായി. മിസ്രയീംകാരുടെ നിങ്ങളെ വെള്ളം പെട്ടെന്ന് മൂടിക്കളഞ്ഞു. അത്യുന്നതന്റെ പ്രബല പ്രതിക്രിയാൽ വെള്ളം കുതിരപ്പടയാളികളുടെ ശവക്കല്ലറയായി തീർന്നു. എന്റെ ആത്മാവ് അതിന്റെ തലത്തിലേക്ക് ഉയർന്നു. വെള്ളത്താലും ആത്മാവാലും സ്നാനത്താൽ നമ്മുടെ കഥകൾ മൂലമുണ്ടാകുന്ന പാപക്കറകളിൽ നിന്നും ആറ്റിൽ നിന്നും അവൻ നമ്മെ വെടിപ്പാക്കി സുനിശ്ചിതവും നിർമ്മലവും നിത്യ നൂതനവുമായ ആത്മീയ വഴിയിലേക്ക് അവൻ നമ്മെ നയിച്ചു. ആ വഴിയോ ദൈവത്തെ സ്നേഹിക്കുന്നവന്റെ നിരൂപണങ്ങളിലുള്ളതാകുന്നു. സൈന്യങ്ങൾക്ക് പ്രകാശമണ്ഡലം നീ ഒരുക്കി. തിരുവചനപ്രകാരം രണ്ട് ലോകവും നീ സൃഷ്ടിച്ചു. സകലവും പ്രകാശത്താൽ നിറയുവാൻ വേണ്ടി പ്രകാശം കൊണ്ട് സൃഷ്ടികർമ്മം നീ ആരംഭിച്ചു. ആകാശദൈവം തൊട്ടുപോലെ വിളിച്ചു ഭംഗിയുള്ള നക്ഷത്രങ്ങളാൽ അവരെ നീ അലങ്കരിച്ചു. നിന്റെ അവസ്ഥാനം വെള്ളത്തിന്മേൽ സ്ഥാപിക്കുകയും നിന്റെ രഥം മേഘങ്ങൾക്ക് മീതെ ഉറപ്പിക്കുകയും ചെയ്തു. ശ്രദ്ധാപൂർവം വെള്ളത്തിന്മേൽ ഭൂമിയെ നീ സ്ഥാപിക്കുകയും
പലവിധമായ പുഷ്പങ്ങളാൽ നീ അനുഗ്രഹിക്കുകയും ചെയ്തു. അതിലെ പല വർഗങ്ങളെ അന്തരീക്ഷത്തിൽ നീ സംരക്ഷിക്കുന്നു. നിരന്തരമായ നേരറുകളും അതേ പ്രഭാതക്കാലം ഭൂമത്തെ നീ നയിക്കുന്നു. സൃഷ്ടിയുടെ സർവ്വതമായ വളർച്ചയ്ക്ക് വേണ്ടി ജീവസംരക്ഷകമായ പോഷകശക്തി പല വർഗങ്ങൾക്ക് നീ കൊടുക്കുന്നു. നിന്റെ സർവ്വത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിയുടെ രാജാവായി നീ നിയമിച്ചു. കൃത്യവിശ്രമത്തിൽ നിന്ന് അവൻ നിബന്ധിച്ചപ്പോൾ അവരിലുണ്ടായ മാലിന്യത്തെ ശാരീരികമായ നിന്റെ ആവിർഭാവം മൂലം വീണ്ടും ജനനത്താൽ കഴുകിക്കളഞ്ഞുകൊണ്ട് ദൈവിക പദവിയിലേക്ക് അവനെ തിരികെ കൊണ്ടുവന്നു. കർത്താവേ, ഈ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന ഇപ്പോൾ ഞങ്ങളുടെ ആത്മാക്കളിൽ നിന്ന് അജ്ഞാനാന്ധാരത്തെ നീക്കിക്കളഞ്ഞ് ഞങ്ങളോടുകൂടെയും ഞങ്ങളുടെ ഇടയിൽ നീ ആയിരിക്കണമേ. അപ്രമേയമായ ത്രിത്വത്തിന്റെ സമ്പൂർണ്ണവും ത്രിവിധവുമായ പ്രകാശത്തിലേക്ക് തെറ്റില്ലാത്തവരായി ഞങ്ങളെ നയിക്കണമേ. ലോകാതീതമായ പ്രകാശത ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ കിരണങ്ങളാൽ ഞങ്ങളുടെ മനോനൈര്യങ്ങളെ പ്രകാശിപ്പിച്ച് ഞങ്ങളുടെ പ്രകാശത്തിന്റെ സന്താനങ്ങളാക്കണമേ. അതിവിശുദ്ധനായ വാസത്താൽ ഈ വെള്ളത്തെ സ്വർഗത്തിന്റെ വിളയായി മാറ്റി തീരണമേ. ഇതിൽ നിന്ന് സ്വീകരിക്കുന്ന സകലർക്കും സഹായം ലഭിക്കുന്ന വണ്ണം വിശുദ്ധദാനങ്ങളാൽ ഇതിനെ നിറയ്ക്കണമേ. ഉയരുന്നൊരു നേരം മാനിച്ചവനെ അവനിയുമമ്പരവും പകലോൻ കതിരുകൾ ചാരിച്ചു താരകൾ വന്ദിച്ചു അരുവികളുറവകളെ വാഴ്ത്തിയ സുതനാം ദൈവത്തെ ഹല്ലേലൂയ ഹല്ലേലൂയ ബാരക്കുമോ ശുഭകോലാബോലബറോവൽ റൂഹോ ഖദീശോ തന്നുടെ സൂനുവതാം വിമലൻ അതിശ്രേഷ്ഠൻ ദൈവ തിന്നാദിമവചനം ശുദ്ധി നമുക്കേ നമ്മുടെ പാപം ഓക്കാരിക വന്നു സ്നാനമതേറ്റു സലിലത്തെ വാഴ്ത്തി സാക്ഷാത് ദൈവമിവൻ ദോഷം മായി ചീടുന്നു സ്തുതിഹേ യോർദാൻ സ്നാനാർത്ഥം തിരുഹിതമാർന്നോനേ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ സ്വന്തതവും മുഖാന്തരം വിചിത്ര സഭയ്ക്ക് ആകമാനം നീ പാപരിഹാരം നൽകണമേ. നിന്റെ ഇടവകയിലെ ആളുകളെ വിശദീകരിക്കണമേ. നിന്റെ വിശുദ്ധ മാമോദീസായുടെ സകലമക്കളെയും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ സ്വന്തം വട്ടത്തോടും ആനന്ദത്തോടും കൂടി ഇപ്പോഴും എല്ലാ സമയത്തും നീക്കുന്ന സ്തുതിസ്തോത്രവും അർപ്പിക്കും. എന്തിനു യോർദാനേ നീ പിൻവാങ്ങി? എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് സാക്ഷി നൽകുന്നു. ആ ദിവസം ശേഷം അവരുമായി ഞാൻ ഏർപ്പെടുത്തിയവരുടെ ഇതാണ് കർത്താവ് ചെയ്യുന്നു. എന്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും, അവരുടെ മനസ്സുകളിലും ഞാൻ ആലേഖനം ചെയ്യും. അവിടുന്ന് തുടരുന്നു, അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർക്കുകയില്ല. പാപമോചനമുള്ളെടുത്ത് പാപരിഹാര വലിയ ആവശ്യമല്ലോ. എല്ലാവരോടും ബുദ്ധിമുട്ട് നാം ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
വിശുദ്ധയോ ലോകത്തിന്റെ ജീവന രക്ഷയും വഹിച്ച വിശുദ്ധയോഹനായ സുവിശേഷത്തിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനവചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ ജ്ഞാനസ്നാനത്തിൽ ഇപ്രകാരം സംഭവിച്ചു. യേശുവിനെ സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. സമറിയായിലെ സിഖാർ എന്ന പട്ടണത്തിൽ അവനെത്തി. യാക്കോബ് തന്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. യാക്കോബിന്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശുദമ്പുരാൻ ആ കിണറിന്റെ കരയിൽ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. ആ സമയം ഒരു സമറിയാക്കാരി അവിടെ വെള്ളം കോരുവാൻ വന്നു. യേശുദമ്പുരാൻ അവളോട്, എനിക്ക് കുടിക്കുവാൻ തരിക എന്ന് പറഞ്ഞു. അവന്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ആ സമറിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമറിയാക്കാരിയായ എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നതെന്ത്? യഹൂദരും സമറിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. യേശുദമ്പുരാൻ അവളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കുവാൻ തരിക എന്ന് എന്നോട് ആവശ്യപ്പെടുന്ന ആ വ്യക്തി ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അവൾ പറഞ്ഞു, പ്രഭു, വെള്ളം കോരുവാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും, പിന്നെ ഈ ജീവജലം നിനക്ക് ഇവിടെ നിന്ന് കിട്ടും. ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനോ അവന്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശുദമ്പുരാൻ പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരുവാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. യേശുദമ്പുരാൻ അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. അവൾ പറഞ്ഞു, പ്രഭു, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ മലയിൽ ആരാധന നടത്തി, എന്നാൽ യഥാർത്ഥമായ ആരാധന സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു. യേശുദമ്പുരാൻ പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. നീതിമാന്മാരും ഭാഗ്യവാന്മാരുമായ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടിയും സാർവത്രിക സഭയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാൻമാർക്ക് വേണ്ടിയും ഞങ്ങളുടെ അധിപത്യത്തിന് മേൽപ്രകാരനാകുമാറും വേണ്ടിയും ഞങ്ങളുടെ ആസനത്തിന് മേൽപ്രകാരനാകുമാർ മേൽപ്രകാരന് വേണ്ടിയും പട്ടക്കാരും സന്യാസികളും വിശ്വാസികളുമായ എല്ലാവർക്കും വേണ്ടിയും സഭ മുഴുവന് വേണ്ടിയും ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധന്മാരുടെയും ഓർമ്മയ്ക്കും വിശ്വാസികളുടെ ആശ്വാസത്തിനും വേണ്ടിയും എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ ഇത് പാനം ചെയ്യുകയോ ഇതിനാൽ തളിക്കപ്പെടുകയോ മറ്റേതെങ്കിലും വിധത്തിലോ
ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ആത്മശരീരങ്ങളുടെ സൗഖ്യവും നിന്നിൽ നിന്നുള്ള ധാരാളമായ കൃപയും സർവ്വതിന്മകളിൽ നിന്നുള്ള അകൽച്ചയും ജീവന സംരക്ഷണവും സമാധാനവും നൽകണമേ. അത് നിന്റെയും ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച അനുഗ്രഹീതനും ഭാഗ്യവാനുമായ നിന്റെ പിതാവിന്റെയും അതിവിശുദ്ധനും ഉത്തമനും അതിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോട് സമനുമായ വിശുദ്ധാത്മാവിന്റെയും കൃപയാൽ തന്നെ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സഹോദരങ്ങളെ, നാമെല്ലാവരും ഭംഗിയായ ഭക്തിയോടും മടക്കാമാർക്കത്തോടും വെളിപ്പോടും വിശുദ്ധിയോടും വിശ്വാസത്തോടും ബഹുമാനപ്പെട്ട മേൽപ്പെട്ടകാശോചിനായികളത്തിൽ ദൃഷ്ടിയുറപ്പിച്ച് സഹോദരനായ ദൈവത്തിന് സമാധാനത്തിനും ശാന്തിയും അപേക്ഷയും നമസ്കാരവും വർദ്ധിക്കണം. മനുഷ്യരോട് പ്രിയമുള്ള കർത്താവേ, നീ എഴുന്നള്ളിവന്ന പരിശുദ്ധ ൂഹായാമാക്കത്താൽ ഈ വെള്ളത്തെ വാഴ്ത്തണമേ. യോർദാനിൽ ലഭിച്ച കൃപ നൽകണമേ. ഇതിനെ അനുഗ്രഹങ്ങളുടെ ഉറവയും വിശുദ്ധിയുടെ ദാനവും പാപമോചനത്തിനുള്ള ഉപാധിയുമാക്കി തീർക്കണമേ. ഇതിനെ രോഗശാന്തി നൽകുന്നതും വിളക്കിയതും പ്രതികൂല സൈന്യങ്ങൾക്ക് അപ്രാപ്യമായ ശക്തി നിറഞ്ഞതുമാക്കി തീർക്കണമേ. ഇതിനെ ഉപയോഗിക്കുന്നവർക്കെല്ലാം ഇത് ആത്മശരീരങ്ങൾക്കുള്ള സൗഖ്യത്തിനും വികാരങ്ങളുടെ പവിത്രതയ്ക്കും ഭവനങ്ങളുടെ ശുദ്ധീകരണത്തിനും സർവവിധമായ ഉപദ്രവങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിന് ദാനമായി തീരണമേ. ജീർണിച്ച് ഞങ്ങളുടെ സ്വഭാവത്തെ വെള്ളത്താൽ ആത്മാവാൽ നവീകരിച്ചവൻ നീയാകുന്നു. നോഹിയുടെ കാലത്ത് വെള്ളം കൊണ്ട് പാപത്തെ മുക്കിക്കളഞ്ഞതും നീ തന്നെയാകുന്നു. ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും സമുദ്രജലം മൂലം പ്രായക്കാരെ നീ വിടുവിച്ചു. വാത്സവയാകുന്നതിൽ നിന്ന് ഏലിയാവിற்கு ദൃഷ്ടി മുഖാന്തരം അഗ്നിയാലും വെള്ളത്താലും ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചതും നീ തന്നെ. കർത്താവേ, ഈ സമയത്തും നിന്റെ കൃപയാൽ ഈ വെള്ളത്തെ നീ ആശീർവദിക്കണമേ. ഇത് സ്പർശിക്കുകയോ അനുഭവിക്കുകയോ യഥാർത്ഥ വിശ്വാസത്തോടുകൂടെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുകയോ ചെയ്യുന്ന എല്ലാവർക്കും അനുഗ്രഹവും വിശുദ്ധിയും വെളിവും സൗഖ്യവും ആശ്വാസവും ധൈര്യവും സഹായവും ആത്മശരീര സംബന്ധമായ ക്ലേശങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും നൽകണമേ. ഞങ്ങളുടെ ദൈവമേ, സകലത്തിലും ബഹുമാനമുള്ളതും അനുഗ്രഹീതവുമായ നാമം മാലാഖമാരാലും മനുഷ്യരാലും ദൃശ്യങ്ങളും അദൃശ്യങ്ങളുമായ എല്ലാ വസ്തുക്കളാലും മഹത്വീകരിക്കപ്പെടുമാറാകണമേ. ശ്രേഷ്ഠവും അവർണ്യവുമായ ദാനത്താൽ ഈ വെള്ളത്തെ വാഴ്ത്തിയ ഉത്തമനും മനുഷ്യ സ്നേഹിയുമായ ദൈവമേ, ഇതിൽ സംബന്ധിക്കുന്നതുപോലെ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ അനുഗ്രഹിക്കണമേ. അദൃശ്യനായ പിതാവേ, ഞങ്ങൾ നിനക്ക് നിന്റെ പ്രിയപുത്രനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോട് സമയമായ നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും അർപ്പിക്കും. സഹോദരങ്ങളെ, ജീവിതപ്രദമായ ഞങ്ങൾ യോഗ്യരായി ചെയ്യുവാൻ ഞങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും Sorry.
സഹോദരങ്ങളെ, സ്വർഗീയമായ എല്ലാ ആത്മീയാവരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധനും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി രക്ഷപ്പെടുത്തണമെന്ന് അവിടുന്ന് തന്റെ ഇടവും നിശ്ചയവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തന്റെ പ്രിയപ്പെട്ടവരിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തന്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധികൊണ്ട് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭിഷ്ടമനുസരിച്ച് അവിടുന്ന് തന്റെ പദവിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിനും വേണ്ടിയത്രയും തന്റെ ഇനമനുസരിച്ച് എല്ലാം പൂർത്തിയാകുന്ന അവിടുന്ന് തന്റെ പദവി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്തു നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശിപ്പിച്ച നാം അവന്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രരായിരിക്കുന്നു. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കാനുള്ള അവകാശം നാം വീണ്ടെടുത്തു സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. ലോകത്തിന്റെ ജീവൻ രക്ഷയും വഹിച്ച വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ളവരും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ ജ്ഞാനസ്നാനം ഇപ്രകാരം സംഭവിച്ചു. യേശുതമ്പുരാൻ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ ഗലീലായിൽ നിന്ന് യോർദാനിൽ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശുതമ്പുരാൻ പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞപ്പോൾ യേശുതമ്പുരാൻ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്നും കേട്ടു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ശിവകുമാരൻ തന്റെ 30 വർഷത്തെ രഹസ്യ ജീവിതം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ 3 വർഷത്തെ പരസ്യ ജീവിതം തുടരുകയാണ്. കർത്താവിന്റെ മാമോദീസായോടുകൂടാണ് വ്യക്തമായി പറഞ്ഞാൽ ഈ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. യോർദാൻ നദിയിലെ സ്നാപക യോഹന്നാൻ സാധാരണ ആളുകൾക്ക് വെള്ളം കൊണ്ട് സ്നാനം നൽകുന്നത് ഇസ്രായേൽക്കാർ കണ്ടിരുന്നു.
ദൈവപുത്രനായ യേശു ക്രിസ്തുവും യോഹന്നാന്റെ അടുത്തേക്ക് പോവുകയാണ്. യോഹന്നാൻ യേശുവിനെ മാമോദിസ സ്വീകരിക്കുന്നതിൽ നിന്ന് തടയുന്നു. നിനക്ക് ഇതിന്റെ ആവശ്യമില്ല, നീ ദൈവപുത്രനാണ്, ഞാൻ ആണ് നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടത്, എന്നിരിക്കെ നീ എന്തിന് എന്റെ അടുത്തേക്ക് വരുന്നു എന്ന് യോഹന്നാൻ വിലക്കുമ്പോൾ കർത്താവ് പറയുന്നു, സർവ നീതിയും പൂർത്തിയാകേണ്ടതിന് ഇപ്പോൾ നീ ഇത് സമ്മതിക്കുക. ഞാൻ സ്നാനം സ്വീകരിക്കേണ്ട മറ്റുള്ള പാപികളെ പോലെ നദിയിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ട ആവശ്യം യേശുവിനില്ലായിരുന്നു. എന്നിട്ടും എല്ലാ നീതിയും പൂർത്തിയാകേണ്ടതിന് അവിടുന്ന് സ്നാനം സ്വീകരിച്ചു. മരുഭൂമിയിൽ തപസ് അനുഷ്ഠിക്കേണ്ട ആവശ്യം യേശുവിനില്ലായിരുന്നു. എന്നിട്ടും സാധാരണ മനുഷ്യരെ തപസ്സിന്റെ മൂല്യം മനസ്സിലാക്കുന്നതിന്, നല്ല മാതൃക കാട്ടിത്തരുന്നതിന് വേണ്ടി അവിടുന്ന് തപസ് അനുഷ്ഠിച്ചു. കർത്താവിന്റെ കാലശേഷം ഇന്നും സഭയിലേക്ക് ഓരോരുത്തരും സ്നാനം സ്വീകരിച്ചുകൊണ്ടാണ് അംഗത്വം പ്രാപിക്കുന്നത്. ജനത്താലുള്ള മാമോദീസ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള മാമോദീസയെ സൂചിപ്പിക്കുന്നു. ജലത്തിന്റെ ലക്ഷണങ്ങള് പലതുണ്ട്. അതിന്റെ ഉപയോഗം, വെള്ളം കൂടാതെ നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. വെള്ളം ജീവന്റെ ലക്ഷണമാണ്. വെള്ളമില്ല എങ്കിൽ നമ്മുടെ ചെടികള് നനഞ്ഞു പോകുന്നു. കുറെ നാള് മഴ പെയ്യാതിരുന്നാൽ പ്രകൃതി വരണ്ടു പോകുന്നു. അതുകൊണ്ട് ജലം ജീവന് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സമാധാനം കൊടുക്കണം. നിന്റെ കൃപയുടെ ആവാസം ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും വർദ്ധിക്കും. നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ളവരെ സകലത്തിന്റെയും ഇടയനായ പിതാവായ ദൈവത്തിന് രവിതയിലും സമാധാനത്തിനും അർപ്പിക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും
ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം ചെയ്തു. ശിഷ്യരായ വിശുദ്ധ നൽകിക്കൊണ്ട് ചെയ്തു. നിങ്ങളെല്ലാവരും വാങ്ങി ഇത് പാലം ചെയ്യുവിൻ. ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി വില ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുവിൻ.
പ്രശാന്തിദായകനേ അണയു പ്രഫുല്ല മാനസനാ നിതാന്ത സുരഭിലമാ നിത്യജീവൻ പകർന്നിടുവാൻ വിഷാദപൂരിതമാം ഹൃദയം പ്രസന്നമായിടുവാൻ അനാദി സ്നേഹവുമായി എന്നും കൂടെ വസിക്കണമേ. ജഗത്തിൻ ശാന്തത പകരും സ്നേഹസ്വരൂപനേ നിന്നുടെ ജീവനിസ്വനമാം വചനം മനസ്സിൽ അറിവേകി. പൂർണ്ണ ജഗത്തിൻ ശാന്തത പകരും സ്നേഹസ്വരൂപനേ നിന്നുടെ ജീവനിസ്വനമാം വചനം മനസ്സിൽ അറിവേകി. സ്നേഹം ഉള്ളിൽ നിറഞ്ഞ നാൾ തെളിഞ്ഞ മാനസമായി തെളിഞ്ഞ മാനസമായി. ശിശുക്കൾ തന്നകരത്ത് സ്തുതിയൊരുങ്ങി മുല കുടിക്കും കുഞ്ഞും പാടി വരണമേകയില്ല ജനം ഈ കല്ലുകൾ പോലുമേ പ്രശാന്തിദായകനേ പ്രഫുല്ല മാനസനായി. സകല ജനത്തിൻ മോചകനാകും യേശു മഹേശനേ നിന്നുടെ ജീവിത വിജയം കുരിശിൽ നവമാം യുഗമായി. സകല ജനത്തിൻ
മോചകനാകും യേശു മഹേശനേ. നിന്നുടെ ജീവിത വിജയം കുരിശിൽ നവമാം യുഗമായി. നിന്നെ ഞങ്ങൾ അറിഞ്ഞ നാൾ പുതിയ ജീവിതമായി, പുതിയ ജീവിതമായി. പ്രശാന്തിദായകനേ അണയു പ്രഫുല്ല മാനസന, അനാദി സ്നേഹവുമായി എന്നും കൂടെ വസിച്ചിടുവാൻ. യേശുവേ നിനക്കായി തിരയും ആത്മാവു പിടയുന്നു വേദനയിൽ. എൻ പ്രാണനെ പൊതിയുന്ന നോവിലും സ്തുതിച്ചിടും ഞാൻ. മുറിവേറ്റ നിന്നുള്ളിൽ ഞാൻ കണ്ടു സ്നേഹത്തിൻ ആഴങ്ങൾ, ഞാൻ കണ്ടു സ്നേഹത്തിൻ ആഴങ്ങൾ. യേശുവേ നിനക്കായി തിരയും ആത്മാവു പിടയുന്നു വേദനയിൽ, ആത്മാവു പിടയുന്നു വേദനയിൽ. നീ പോകും വഴിയരികിൽ കാത്തിരുന്നെത്ര പേർ വ്യതയിൽ. അവരോ തേടുന്ന സ്നേഹം, അവരോ തേടുന്ന സ്നേഹം പകർന്നേകി ക്രൂശിൽ നീ ബലിയായി. യേശുവേ നിനക്കായി തിരയും ആത്മാവു പിടയുന്നു വേദനയിൽ. നീ പോയി വിളിച്ചിടാതെ ആകുല പീഡിതക്കരികിൽ അഭയം നൽകുന്ന സ്നേഹം, അഭയം നൽകുന്ന സ്നേഹം പകർന്നേകി മണ്ണിൽ നീ പ്രിയനായി. നിനക്കായി തിരയും ആത്മാവു പിടയുന്നു വേദനയിൽ. എൻ പ്രാണനെ പൊതിയുന്ന നോവിലും സ്തുതിച്ചിടും ഞാൻ. മുറിവേറ്റ നിന്നുള്ളിൽ
കണ്ടു സ്നേഹത്തിനാഴങ്ങൾ, ഞാൻ കണ്ടു സ്നേഹത്തിനാഴങ്ങൾ. യേശുവേ നിനക്കായി തിരയും ആത്മാവു പിടയുന്നു വേദനയിൽ, ആത്മാവു പിടയുന്നു വേദനയിൽ. പാലൊഴുകും തേനൊഴുകും കാനാൻ നാട്ടിൽ കൈപിടിച്ചു കൊണ്ടുപോയ ദൈവസ്നേഹമേ, ഓ ദൈവസ്നേഹമേ. പറവയോട് മത്സരിച്ച യുദ്ധം ചെയ്ത് ഇസ്രയേലെ മോചിപ്പിച്ച ദൈവസ്നേഹമേ, ഓ ദൈവസ്നേഹമേ, ഓ ദൈവസ്നേഹമേ. പാലൊഴുകും തേനൊഴുകും കാനാൻ നാട്ടിൽ കൈപിടിച്ചു കൊണ്ടുപോയ ദൈവസ്നേഹമേ, ഓ ദൈവസ്നേഹമേ. തന്റെ സ്വന്ത ജനങ്ങൾക്ക് പശിയകറ്റുവാൻ സ്വർഗമന്നയായി വന്ന സ്നേഹമേ, തന്റെ സ്വന്ത ജനങ്ങൾക്ക് പശിയകറ്റുവാൻ സ്വർഗമന്നയായി വന്ന സ്നേഹമേ. പാറ പിളർന്നു ദാഹനീരു നൽകി തെന്നലായി മന്ദം തലോടി വന്നു നീ. പാറ പിളർന്നു ദാഹനീരു നൽകി തെന്നലായി മന്ദം തലോടി വന്നു നീ. സ്നേഹമേ സ്നേഹമേ ദൈവസ്നേഹമേ, ഓ ദൈവസ്നേഹമേ, ഓ ദൈവസ്നേഹമേ. പാലൊഴുകും തേനൊഴുകും കാനാൻ നാട്ടിൽ കൈപിടിച്ചു കൊണ്ടുപോയ ദൈവസ്നേഹമേ, ഓ ദൈവസ്നേഹമേ. തന്റെ സ്വന്ത ജനങ്ങൾക്ക് പാത കാട്ടുവാൻ ദീപസ്തംഭമായി വന്ന സ്നേഹമേ, തന്റെ സ്വന്ത ജനങ്ങൾക്ക് പാത കാട്ടുവാൻ ദീപസ്തംഭമായി വന്ന സ്നേഹമേ. ശത്രു കൈകളിൽ നിന്നു രക്ഷയേകി ചെങ്കടൽ രണ്ടായി പകുത്തു തന്നു നീ. ശത്രു കൈകളിൽ നിന്നു രക്ഷയേകി ചെങ്കടൽ രണ്ടായി പകുത്തു തന്നു നീ. സ്നേഹമേ സ്നേഹമേ ദൈവസ്നേഹമേ, ഓ ദൈവസ്നേഹമേ, ഓ ദൈവസ്നേഹമേ. പാലൊഴുകും തേനൊഴുകും കാനാൻ നാട്ടിൽ കൈപിടിച്ചു കൊണ്ടുപോയ ദൈവസ്നേഹമേ, ഓ ദൈവസ്നേഹമേ. പറവയോട് മത്സരിച്ച് യുദ്ധം ചെയ്ത് ഇസ്രയേലെ മോചിപ്പിച്ച ദൈവസ്നേഹമേ, ഓ ദൈവസ്നേഹമേ, ഓ ദൈവസ്നേഹമേ.
അമ്പരസീമകൾ കാതോർക്കും തിരുമൊഴിയൊഴുകുമ്പോൾ സർവചരാചരം കൈകൂപ്പും തിരുമൊഴിയൊഴുകുമ്പോൾ വചനത്തേടു തെളിച്ചു വരുന്നു മിശിഹാനാഥനിതാ വചനപ്പൂക്കൾ വിതറി വരുന്നു മിശിഹാനാഥനിതാ എന്നാത്മനിലങ്ങളിൽ വചനം വിതച്ചിടാം സൽഫലം കൊയ്തിടാം എന്നാത്മനിലങ്ങളിൽ വചനം വിതച്ചിടാം സൽഫലം കൊയ്തിടാം അമ്പരസീമകൾ കാതോർക്കും തിരുമൊഴിയൊഴുകുമ്പോൾ സർവചരാചരം കൈകൂപ്പും തിരുമൊഴിയൊഴുകുമ്പോൾ പ്രഭചിതറും വചനാലാപനത്താൽ സ്വർഗപിതാവേ നിൻ തിരുവചനം ഇരുളിൽ പ്രഭയല്ലേ എന്നാത്മനിലങ്ങളിൽ വചനം വിതച്ചിടാം സൽഫലം കൊയ്തിടാം വചനം വിതച്ചിടാം സൽഫലം കൊയ്തിടാം അമ്പരസീമകൾ കാതോർക്കും തിരുമൊഴിയൊഴുകുമ്പോൾ സർവചരാചരം കൈകൂപ്പും തിരുമൊഴിയൊഴുകുമ്പോൾ ഹൃദയം അലിഞ്ഞുരുകും വചനസ്പർശനത്താൽ ആത്മസ്വരൂപാ നിൻ തിരുവചനം കരളിൽ കുളിരല്ലേ എന്നാത്മനിലങ്ങളിൽ വചനം വിതച്ചിടാം സൽഫലം കൊയ്തിടാം വചനം വിതച്ചിടാം സൽഫലം കൊയ്തിടാം അമ്പരസീമകൾ കാതോർക്കും തിരുമൊഴിയൊഴുകുമ്പോൾ സർവചരാചരം കൈകൂപ്പും തിരുമൊഴിയൊഴുകുമ്പോൾ വചനത്തേടു തെളിച്ചു വരുന്നു മിശിഹാനാഥനിതാ വചനപ്പൂക്കൾ വിതറി വരുന്നു മിശിഹാനാഥനിതാ എന്നാത്മനിലങ്ങളിൽ വചനം വിതച്ചിടാം സൽഫലം കൊയ്തിടാം വചനം വിതച്ചിടാം സൽഫലം കൊയ്തിടാം അമ്പരസീമകൾ കാതോർക്കും തിരുമൊഴിയൊഴുകുമ്പോൾ സർവചരാചരം കൈകൂപ്പും
തിരുമൊഴിയൊഴുകുമ്പോൾ